പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിലെ സാബത്ത് ദിനത്തിൽ നന്നായി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് അച്ഛനറിയാം. ഈശോയെ ഇന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെല്ലാം പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം കർത്താവേ സ്വർഗത്തിൻ്റെ കരുണയാൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഇന്ന് ഞായറാഴ്ച അച്ഛനെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ചാർജ് പോലെ തന്നെ നമ്മുടെ പഴുവിൽ ഫൊറോനയിൽ കുഞ്ഞൊരു ചാർജുണ്ട്. നമ്മളുടെ കാറ്റീസം ടീച്ചേഴ്സിൻ്റെ പഴുവിൽ ഫൊറോന കാറ്റീസം ത്തിൻ്റെ പ്രൊമോട്ടറാണ് ഫൊറോനയിൽ അച്ഛൻ. അപ്പോൾ നമ്മുടെ കാറ്റീസൊക്കെ ആരംഭിക്കില്ല. അപ്പോൾ അതിനൊരുക്കമായിട്ട് ഇന്ന് ഹാഫ് ഡേ സെമിനാറാണ്. പഴുവിൽ ഫൊറോനയിലെ എല്ലാ മതാധ്യാപകരും ദിനത്തിലെ ഈവനിങ്ങിൽ ഒരുമിച്ച് കൂടി ഒരു ക്ലാസ്സും പ്രാർത്ഥനയും അങ്ങനെ ഒരു ശുശ്രൂഷകളുടെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് നമ്മളുടെ ഈ കാറ്റഗിസം ടീച്ചേഴ്സിനെയൊക്കെ സ്വർഗ്ഗം ഏൽപ്പിച്ചിട്ട് വലിയൊരു ദൗത്യമാണ്. ഈശോയെ കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ്. നമുക്കൊരു വലിയ പാരിഷുകളിലൊക്കെ ആകുമ്പോൾ ശരിക്കും അച്ഛൻ വികാരിച്ചമാർക്കൊന്നും മാത്രം അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാറ്റഗിസം ടീച്ചേഴ്സിനൊക്കെ ഒരു വളരെ യൂണീക്ക് റോളാണുള്ളത്. അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ചിലപ്പോഴൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സ് ഒരു ഞായറാഴ്ച കിട്ടുന്നത് ഒരു ഹാഫ് ഡേ അല്ലേ, എല്ലാ ഞായറാഴ്ചയും ഉച്ച വരെയുള്ള സമയം ശരിക്ക് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ചിലവഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് കടമയുണ്ട്. അവരുടെ ശുശ്രൂഷകളെയൊക്കെ നന്ദിയോടെ ഓർക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മളിനി ധ്യാനിക്കുന്നത് അത് എസെക്കിയേലിൻ്റെ പുസ്തകം 44:10. എസെക്കിയേൽ 44:10. അവിടെ വചനം പറയാണ്, ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പുറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും. അതായത് ഇസ്രായേൽ വഴിതെറ്റിപ്പോയ കാലത്ത് ലേവ്യരും കുറേ പേര് പോയിട്ടുണ്ട്. അപ്പോൾ പറയാണ്, ആരൊക്കെ വിഗ്രഹങ്ങളുടെ പുറകെ പോയോ, ആരൊക്കെ ലോകത്തിൻ്റെ പുറകെ പോയോ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കും. ഹല്ലേലൂയ. ഇനി ഇതിൻ്റെ വ്യാഖ്യാനം ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോയ കാലഘട്ടത്തിൽ ശരിക്കും പിശാച് നമ്മളുടെ മേൽ ഭരണം നടത്തിയിരുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ഗൗരവമായ വിധത്തിൽ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയിൽ നിന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് ബഹുമാനോട് സേവിക്കാൻ വട്ടായലിച്ചൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനമുണ്ട്. ഇന്നത്തെ തീരുമാനം, ഞാൻ ഇന്ന് യേശുവിൽ നിന്ന് അകലുകയില്ല, ഞാൻ യേശുവിൽ നിന്ന് അകലുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് പറയണം, നീ ഒരു ഡോക്ടർ ആവണം, നീ ഒരു എഞ്ചിനീയർ ആവണം, നീ ഒരു ബിസിനസ്സുകാരനാവണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയേണ്ടത്, അപ്പോൾ നീ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യേ, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതൊക്കെ ചെയ്യണം, അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ്, മോനെ ഇന്നു മുതൽ നീ യേശുവിൽ നിന്ന് അകലരുത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ട ദൈവകൃപ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന്. യേശുവിൽ നിന്ന് ഒരു നാളും അകലരുത്. ഈ ഒരു അഭിഷേകം കർത്താവെ കൃപയായി നിറയ്ക്കണമേ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.